ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 20,000 രൂപയ്ക്ക് താഴെ ഇപ്പോഴത്തിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോണുകളെ കുറിച്ചിട്ടാണ്. 15,000 രൂപയുടെയും 20,000 രൂപയുടെയും ഇടയിൽ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഓപ്ഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്, കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. അപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫോൺ എന്ന് പറയുന്നത് CMF ഫോൺ 1 ആണ്. അപ്പം ഇതിൽ അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ലഭിക്കും. അതുമാത്രമല്ല MediaTek Dimensity 7300 എന്ന പ്രോസസ്സർ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മികച്ചൊരു പ്രോസസ്സറാണ്. പിന്നെ 6.6 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ഇതിൽ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. 5000 mAh ബാറ്ററിയും 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബാക്ക് പാനലും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. ഇനി CMF ബ്രാൻഡ് വേണ്ട, റിയൽമിയുടെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സുമായിട്ട് റിയൽമി നാർസോ 70 ടർബോ എന്നുള്ള സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. ആ ഒരു ഫോൺ 15,900 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഏകദേശം സിമിലർ ഫീച്ചേഴ്സ് ആണ്, പക്ഷേ 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് അതിൽ വരുന്നുണ്ട്. പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബാക്ക് പാനൽ അതിൽ വരുന്നില്ല. ബാക്കി സെയിം ഫീച്ചേഴ്സ് ആണ്. പിന്നെ ഈ ഒരു റിയൽമി നാർസോ 70 ടർബോക്ക് പകരം ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 16,400 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി 12+ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അത് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം അതിലോട്ട് വരുമ്പോൾ ക്യാമറ കുറച്ചും കൂടി ബെറ്റർ ആണ്. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. സോണി IMX 890 മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രോസസ്സർ MediaTek Dimensity 7050 എന്ന പ്രോസസ്സറേ വരുന്നുള്ളൂ. അപ്പം ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പും ചാർജിംഗ് സ്പീഡും വേണമെന്നുണ്ടെങ്കിൽ റിയൽമി 12+ 16,400 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാം. അല്ല പ്രോസസ്സറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ റിയൽമി നാർസോ 70 ടർബോ തന്നെ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ നാർസോ 70 Pro എന്നുള്ള സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. പക്ഷേ വില 18,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. 12+ ഇതുപോലുള്ള ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. അപ്പം ഏതിനാണ് വില കുറവ് എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഫോൺ നോക്കാം. ഇപ്പോഴത്തതിൽ റിയൽമി 12+നാണ് വില കുറവ്. ഇനി ചില ആൾക്കാർക്ക് കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് ലാവ ബ്ലേസ് കർവ് 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. അപ്പം ഇതിൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കർവ്ഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 7050 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 64+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററി 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 14,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് സാംസങ്ങിന്റെ തന്നെ ഒരു ഫോൺ വേണ്ടി വരും. അപ്പം സാംസങ്ങിന്റെ തന്നെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 15,400 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് M35 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അത് കൺസിഡർ ചെയ്യാവുന്നതാണ്. ബഡ്ജറ്റ് കൂട്ടാന്നുണ്ടെങ്കിൽ വേറെ ഫോൺ വരുന്നുണ്ട്. എന്തായാലും ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നോക്കാം. അപ്പം ഇതിൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Exynosന്റെ 1380 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. OSന്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. 6000 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇനി ചില ആൾക്കാർക്ക് മോട്ടോറോളയുടെ ഒരു ഫോണൊക്കെ വേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് 20,000 രൂപയ്ക്ക് താഴെ മോട്ടോ G85 5G എന്ന ഫോൺ നോക്കാവുന്നതാണ്. 18,000 രൂപ പ്രൈസിലാണ് ഈ ഫോൺ ഇപ്പം വരുന്നത്. അപ്പം ഇതിൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഒക്കെ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 6s Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. OSന്റെ സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 18,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇതും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഈ ഒരു റേഞ്ചിലൊക്കെ ആയിട്ട് പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണൊക്കെയാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ പോക്കോ X6 5G സ്മാർട്ട് ഫോൺ 17,500 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ സ്നാപ്ഡ്രാഗൺ 7s Gen 2 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ് ഇത്. പിന്നെ ഈ ഒരു ഫോണിൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 12-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഡോൾബി വിഷന്റെ സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. പിന്നെ 64+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. 5100 mAh ബാറ്ററിയും 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 17,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. ഇനി നിങ്ങൾക്ക് പോക്കോ ബ്രാൻഡിലൊന്നും വിശ്വാസമില്ല, നിങ്ങൾക്ക് റെഡ്മി ബ്രാൻഡിലാണ് കുറച്ചും കൂടി വിശ്വാസം എന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 13 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ 18,100 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അത് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഏകദേശം സിമിലർ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. സെയിം പ്രോസസ്സറും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ക്യാമറയുടെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. റെഡ്മിയിൽ 200 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ വരുന്നുണ്ട്. ബാക്കി സെയിം ഫീച്ചേഴ്സ് ആണ്.
അപ്പം ഇതും കൺസിഡർ ചെയ്യാവുന്ന. പിന്നെ റെഡ്മി നോട്ട് 14 എന്നുള്ള സ്മാർട്ട് ഫോണൊക്കെ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് കൺസിഡർ ചെയ്യണമെന്നില്ല. പകരം ഈ ഒരു റെഡ്മി നോട്ട് 13 പ്രോ നോക്കാവുന്നതാണ്. ഇപ്പം ഏകദേശം സെയിം പ്രൈസ് റേഞ്ചിൽ തന്നെ ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഇനി ചില ആൾക്കാർക്ക് OnePlusന്റെ ഒരു ഫോൺ വേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 20,000 രൂപയ്ക്ക് താഴെ OnePlus Nord C4 Lite എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. 18,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ OnePlusന്റെ ഫോൺ തന്നെ വേണം എന്ന് നിർബന്ധമാണെങ്കിൽ മാത്രം ഇത് കൺസിഡർ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഇതിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സറെ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. 5110 mAh ബാറ്ററി, 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 18,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഐക്കൂടെ അല്ലെങ്കിൽ വിവോയുടെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഐക്യു Z9 അല്ലാന്നുണ്ടെങ്കിൽ വിവോ T3 എന്നീ ഫോണുകൾ കൺസിഡർ ചെയ്യാവുന്നതാണ്. രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. ഈ രണ്ട് ഫോണുകളിലും 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 7200 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു പ്രോസസ്സറാണ്. പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഫോണാണ് ഇത്. പിന്നെ 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. വിവോ T3 എന്നുള്ള സ്മാർട്ട് ഫോൺ 17,800 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടും ഐക്യു Z9 എന്നുള്ള സ്മാർട്ട് ഫോൺ 18,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടും ഇപ്പം അവൈലബിൾ ആണ്. ഏതിനാണ് വില കുറവ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്ന് സെലക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഐക്യൂടെ കേർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോണാണ് ഈ ഒരു റേഞ്ചിൽ വേണ്ടതെന്നുണ്ടെങ്കിൽ ഐക്യു Z9 S5G എന്ന സ്മാർട്ട് ഫോൺ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. 6.77 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കേർവ്ഡ് ഡിസ്പ്ലേ ഇതിൽ വരുന്നുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 7300 എന്ന പ്രോസസ്സറേ ഇതിൽ വരുന്നുള്ളൂ. പേര് കേൾക്കുമ്പോൾ MediaTek Dimensity 7200 എന്ന പ്രോസസ്സറിനേക്കാളും ബെറ്റർ ആണ് എന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല, അതിന്റെ താഴെ വരുന്ന പ്രോസസ്സറാണ് ഇത്. പെർഫോമൻസ് ആണ് മെയിൻ വേണ്ടതെന്നുണ്ടെങ്കിൽ ഐക്യു Z9 നോക്കാം. കേർവ്ഡ് ഡിസ്പ്ലേ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതും നോക്കാം. പിന്നെ ഇതിൽ സെയിം ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ സെയിം ബാറ്ററി സെറ്റപ്പാണ് വരുന്നത്. 20,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ റിയൽമിയുടെ ഭാഗത്തുനിന്ന് കേർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോൺ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റിയൽമി P1 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ 17,900 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അത് കൺസിഡർ ചെയ്യാവുന്നതാണ്. 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേർവ്ഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് എടുത്തിട്ടുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. 5000 mAh ബാറ്ററി, 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 17,900 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ ഇപ്പം അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് കേർവ്ഡ് ഡിസ്പ്ലേയുടെ കൂടെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പും കൂടി വേണമെന്നുണ്ടെങ്കിൽ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി 12 Pro എന്നുള്ള സ്മാർട്ട് ഫോണും ഇപ്പം അവൈലബിൾ ആണ്. ഇപ്പം സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സും സെയിം പ്രോസസ്സറൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ ക്യാമറയിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഒരു ടെലിഫോട്ടോ ലെൻസ് ലഭിക്കുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പം 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇതും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇത് ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഫോൺ കൂടിയാണ്. പിന്നെ സാംസങ്ങിന്റെ ഒരു ഫോണാണ് 20,000 രൂപയ്ക്ക് താഴെ വേണ്ടതെന്നുണ്ടെങ്കിൽ 19,500 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് F55 എന്നുള്ള സ്മാർട്ട് ഫോൺ ഇപ്പം അവൈലബിൾ ആണ്. ഇപ്പം 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് ഇത് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 7 Gen 1 എന്ന പ്രോസസ്സറേ വരുന്നുള്ളൂ. പിന്നെ 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 19,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. അപ്പം ഇതൊക്കെയാണ് 20,000 രൂപയ്ക്ക് താഴെ ഇപ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. ഇതിൽ ഞാൻ ഇതിന് ഫോണിൽ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ CM ഫോൺ 1 സെലക്ട് ചെയ്യുന്നതായിരിക്കും. ഇനി ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ ഞാൻ റെഡ്മി നോട്ട് 13 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്തേക്കാം. അതല്ല ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ റിയൽമി 12 Pro എന്നുള്ള സ്മാർട്ട് ഫോണും കൺസിഡർ ചെയ്തേക്കാം. ഇപ്പം ഒരു ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഫോണൊക്കെയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ കേർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോണുകളുടെ കാര്യത്തിൽ കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ ഞാൻ ലാവ ബ്ലേസ് കർവ് 5G എന്നുള്ള സ്മാർട്ട് ഫോൺ ആയിരിക്കും കൺസിഡർ ചെയ്യുക. കുറച്ചും കൂടി വില കൂട്ടാം എന്നുണ്ടെങ്കിൽ റിയൽമി P1 Pro എന്നുള്ള സ്മാർട്ട് ഫോണും കൺസിഡർ ചെയ്തേക്കാം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ക്യാമറയും കൂടി വേണമെന്നുണ്ടെങ്കിൽ റിയൽമി 12 Pro എന്നുള്ള സ്മാർട്ട് ഫോണും കൺസിഡർ ചെയ്തേക്കാം. പിന്നെ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫോണുകളിൽ പോക്കോ X6ഉം ഐക്യു Z9ഉം അതുപോലെ തന്നെ വിവോ T3യും കൂടി ഞാൻ കൺസിഡർ ചെയ്തേക്കാം. പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിൽ സാംസങ്ങിന്റെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ F55 ആയിരിക്കും കൺസിഡർ ചെയ്യുക. അപ്പം ഇതാണ് എൻ്റെ ഒരു ലിസ്റ്റ്. ഇതുപോലെ നിങ്ങൾക്കും ഒരു ലിസ്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ ലിസ്റ്റും കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.